ഹരേ കൃഷ്ണ. 2025 യോഗിനി ഏകാദശി വ്രതം ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി വ്രതമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ വർഷം യോഗിനി ഏകാദശി ജൂൺ 21, അതായത് ഈ ശനിയാഴ്ചയാണ് പഞ്ചാംഗം അനുസരിച്ച് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. മാസത്തിൽ 2 ഏകാദശികളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം അകറ്റുന്നതിനു വേണ്ടിയും നമ്മളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഈ മാസത്തിലെ 2 ഏകാദശികൾ എടുക്കുക. യോഗിനി ഏകാദശിയുടെ പൂജാ മുഹൂർത്തങ്ങൾ. യോഗിനി ഏകാദശിയിൽ പൂജയ്ക്കുള്ള ബ്രഹ്മമുഹൂർത്തം പുലർച്ചെ 4:04 മുതൽ 4:44 വരെയായിരിക്കും. രാവിലെ 11:55 മുതൽ 12:51 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഉച്ചയ്ക്ക് 1:12 മുതൽ 2:41 വരെയാണ് അമൃതകാലം. യോഗിനി ഏകാദശിയുടെ വ്രത പാരണ സമയം, പാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്രതം മുറിക്കുന്ന സമയം, അത് ജൂൺ 22 ശുഭസമയം ഉച്ചയ്ക്ക് 1:47 മുതൽ 4:35 വരെയായിരിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും പാരണ വീടിയിരിക്കണം. യോഗിനി ഏകാദശി വ്രതത്തിൻ്റെ ഫലം. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് യോഗിനി ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ ഒരാൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. 88,000 ബ്രാഹ്മണരെ പോറ്റുന്നതിന് തുല്യമായ പുണ്യം ഒരാൾക്ക് ലഭിക്കും. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കിട്ടുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ ഏകാദശികൾ എല്ലാം എടുക്കണം. ഇത്തവണത്തെ യോഗിനി ഏകാദശി വരുന്നത് ശനിയാഴ്ചയാണ്. എല്ലാവരും മുടങ്ങാതെ ഇത് ചെയ്യുക. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 21, അതായത് ശനിയാഴ്ച രാവിലെ 7:18. അതുപോലെ തന്നെ തിഥി അവസാനിക്കുന്നത് ജൂൺ 22 രാവിലെ 4:27. യോഗിനി ഏകാദശിയുടെ മഹത്വവും കഥയും. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരനോട് പറയുന്നു, യോഗിനി ഏകാദശി വ്രതം ആചരിക്കുന്നത് 88,000 ബ്രാഹ്മണരെ തൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. ഒരു കാലത്ത് കുബേരന്റെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഹേമമാലി എന്ന ഗന്ധർവൻ, അദ്ദേഹം ഭാര്യയോടുള്ള അമിത സ്നേഹത്തിൽ കുടുങ്ങി തൻ്റെ ശിവപൂജ കർത്തവ്യങ്ങൾ മറന്നു. കുബേരൻ ഇത് കണ്ട് അദ്ദേഹത്തെ ശപിച്ച് അങ്ങനെ അവനെ ഒരു കുഷ്ഠരോഗിയാക്കി മാറ്റി. പിന്നീട് ഹേമമാലി മാർക്കണ്ഡേയ മഹർഷിയുടെ ശരണത്തിൽ എത്തി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം യോഗിനി ഏകാദശി വ്രതം ആചരിക്കുവാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം, ആ ഗന്ധർവൻ ഹേമമാലി ഏകാദശി വ്രതം, യോഗിനി ഏകാദശി വ്രതം ആചരിച്ച് രോഗമുക്തനായി മോക്ഷം പ്രാപിച്ചു. ഇതാണ് യോഗിനി ഏകാദശിയുടെ കഥ. ഏകാദശി വ്രതം ആചരിക്കുന്നത് എങ്ങനെ? ദശമി ദിനത്തിൽ, അതായത് തലേന്ന് തന്നെ അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഏകാദശി ദിനത്തിൽ പുലർച്ചെ എണീറ്റ് സ്നാനം ചെയ്ത് ഭഗവാനെ നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ പൂജിച്ചതിന് ശേഷം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ അഭിഷേകമൊക്കെ ചെയ്തതിന് ശേഷം വിഷ്ണു സഹസ്രനാമം, നാരായണ സ്തുതി, ഏകാദശി കഥ എന്നിവ പാരായണം ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ച്, ആരോഗ്യമനുസരിച്ച് നിങ്ങൾക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രൂട്ട്സും അങ്ങനെ ഉള്ള പാലും പഴവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു നേരം കഴിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അരിയാഹാരം, ഗോതമ്പ്, ഇതൊന്നും, നവധാന്യങ്ങൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം കഴിക്കുവാൻ പാടുള്ളതല്ല. ബാക്കി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൂട്ട്സും പാലും പഴവും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ അന്നത്തെ ദിവസം വൈകിട്ടും വിഷ്ണു പൂജ ചെയ്തതിന് ശേഷം കുറച്ച് സമയം നിങ്ങൾക്ക് ഒരു ഭജനയൊക്കെ നടത്തി, വിഷ്ണു ക്ഷേത്രം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ക്ഷേത്രം സന്ദർശിക്കുക. പിറ്റേന്ന് രാവിലെ ജൂൺ 22 എപ്പോഴും
രാവിലെ ആയിരിക്കും പാരണ സമയം. ഇത്തവണത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏകാദശിയും അങ്ങനെയായിരുന്നു. യോഗിനി ഏകാദശിയും അതിൻ്റെ പാരണ സമയം ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് 1:47 മുതൽ 4:35 നിങ്ങൾക്ക് തുളസി തീർത്ഥം കുടിച്ച് നിങ്ങളുടെ പാരണ വിടാവുന്നതാണ്. പാരണ എന്ന് പറഞ്ഞാൽ വ്രതം മുറിക്കുന്നത് ആ സമയം. അതിനുശേഷം നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ദിവസം ജപിക്കുന്ന മന്ത്രങ്ങൾ: ഓം നമോ ഭഗവതേ വാസുദേവ 108 പ്രാവശ്യം ജപിക്കുക. പിന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ പാരണ ദിവസവും നിങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും കഴിക്കാൻ പാടുള്ളതല്ല. സാത്വികമായ ഭക്ഷണം തന്നെ കഴിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാ മാസവും 2 ഏകാദശി വരുന്നുണ്ട്. എല്ലാവരും ഈ ഏകാദശിയൊക്കെ എടുത്ത് നമ്മുടെ പാപങ്ങൾ, നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്ത പാപങ്ങളൊക്കെ തീരട്ടെ. ഈ ജന്മത്തിലേലും ഇതെല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവരും യോഗിനി ഏകാദശിയുടെ വ്രതമെടുക്കുക. വീഡിയോ ഇത്രമേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും, ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.